മധുരമുള്ള കാത്തിരിപ്പ്. ഒരു മലയാള കഥ. ഒരു ഗ്രാമത്തിൽ വളരെ ദരിദ്രനായ കർഷകനായിരുന്നു ശങ്കരൻ. ശങ്കരന് ഒരു ചെറിയ നെൽപ്പാടവും ഒരു പഴയ വീടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തുള്ള ഗ്രാമത്തിലുള്ളവരെല്ലാം ശങ്കരനെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശങ്കരൻ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ വീട്, സ്വന്തമായൊരു കിണർ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം. ഒരു ദിവസം ശങ്കരൻ തന്റെ പാടത്തെ കിളച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ കുടം കണ്ടു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ സ്വർണ്ണനാണയങ്ങൾ. ശങ്കരന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. എന്റെ എല്ലാ സ്വപ്നങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമാകും, അയാൾ മനസ്സിൽ പറഞ്ഞു. ശങ്കരൻ ആ സ്വർണ്ണനാണയങ്ങളെടുത്ത് വീട്ടിലേക്ക് പോയി. ഭാര്യയോട് സന്തോഷവാർത്ത പങ്കുവച്ചപ്പോൾ അവൾ ഒരു സ്വർണ്ണനാണയമെടുത്ത് അടുത്തുണ്ടായിരുന്ന കടയിലേക്ക് പോയി. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാം, അവൾ പറഞ്ഞു. ശങ്കരൻ സമ്മതിച്ചു. അന്ന് രാത്രി അവർ രുചികരമായ ഭക്ഷണം കഴിച്ചു, പുതിയ വസ്ത്രങ്ങൾ വാങ്ങി. അവർക്ക് സന്തോഷമായി. അടുത്ത ദിവസം ശങ്കരൻ ബാക്കിയുണ്ടായിരുന്ന സ്വർണ്ണനാണയങ്ങൾ വീണ്ടും നോക്കി. അവയുടെ എണ്ണം കുറഞ്ഞിരുന്നു. നമ്മുടെ സന്തോഷം എത്ര ക്ഷണികമായിരുന്നു, അവൻ ഭാര്യയോട് പറഞ്ഞു. ഇതു മുഴുവനും തീർത്താൽ പിന്നെ നമ്മുടെ ജീവിതം പഴയപടിയാകും. അവർ ബാക്കിയുണ്ടായിരുന്ന സ്വർണ്ണനാണയങ്ങൾ ഒരു ചെറിയ മൺകുടത്തിൽ സൂക്ഷിച്ചു. ഓരോ തവണയും അവർക്കെന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നുമ്പോൾ അവർ ആ മൺകുടം നോക്കി. എന്നിട്ട് അവർക്ക് എത്രമാത്രം അധ്വാനിച്ചാൽ അത്യാവശ്യമായ ഒരു കാര്യത്തിനായി അത് ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ശങ്കരനും ഭാര്യയും തീരുമാനമെടുത്തു. അവർക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെക്കാൻ അവർ തീരുമാനിച്ചു. അവർ അധ്വാനിച്ചു, കൂടുതൽ വിളവുണ്ടാക്കി, ചെറിയ ലാഭം കൂട്ടി. ഓരോ ദിവസവും അവർ മൺകുടം നോക്കി, ഇത് നമ്മുടെ വലിയ സ്വപ്നങ്ങൾക്കു വേണ്ടിയാണ് എന്ന് അവർ പരസ്പരം പറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. അവരുടെ അധ്വാനവും മൺകുടത്തിലെ നാണയങ്ങളും വർദ്ധിച്ചു. അവർ വലിയൊരു വീട് പണിതു, സ്വന്തമായൊരു കിണർ കുഴിച്ചു, കുട്ടികളെ നല്ല സ്കൂളിൽ ചേർത്തു. ഒരു ദിവസം അവർ ആ മൺകുടം തുറന്നു. അതിലുണ്ടായിരുന്ന സ്വർണ്ണനാണയങ്ങൾ അവർക്ക് ഇപ്പോഴുണ്ടായിരുന്ന സമ്പത്തിന്റെ പകുതി പോലുമായിരുന്നില്ല. ശങ്കരൻ ചിരിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മൾ ആ ക്ഷണികമായ സന്തോഷത്തിനായി അത് മുഴുവനും ചിലവഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ വലിയ സന്തോഷമുണ്ടാകുമായിരുന്നില്ല. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, ക്ഷണികമായ സന്തോഷങ്ങളെ മാറ്റിവെച്ച് നമ്മുടെ വലിയ സ്വപ്നങ്ങൾക്കായി അധ്വാനിച്ചാൽ നമുക്ക് അതിലും വലിയ സന്തോഷം നേടാൻ കഴിയുമെന്നാണ്.